എംപ്ലോയീസിൻ്റെ കാര്യത്തിൽ പറയുകയാണെന്നുണ്ടെങ്കിൽ ഏറ്റവും പ്രധാനം അവർക്ക് എങ്ങനെ വർക്ക് ചെയ്യണമെന്ന് നമ്മൾ കൃത്യമായിട്ട് പറഞ്ഞു കൊടുക്കണം. അത് കഴിഞ്ഞാൽ പിന്നെ വരുന്നത് അവർ അത് മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ടോ എന്ന് മോണിറ്റർ ചെയ്യാനൊരു സിസ്റ്റം വേണം. ഓക്കെ. ഇങ്ങനെ ചെയ്യുകയാണെങ്കിൽ ഒരു എംപ്ലോയിയുടെ മനസ്സിൽ നിന്ന് ചിന്തിക്കുക നോക്കുകയാണെങ്കിൽ അവനറിയാൻ പറ്റും എന്താണ് ഞാൻ ചെയ്യേണ്ടത്, എന്താണ് സ്ഥാപനത്തിന് വേണ്ടത്, അതിലേക്ക് ഫോക്കസ് ചെയ്ത് അവന് വർക്ക്, അപ്പോൾ അവന് ഫ്രീ ആയി. അപ്പോൾ ഇത് ഇങ്ങനെ അവൻ വർക്ക് ചെയ്ത് പോകുമ്പോൾ അവനിത് ജോലി എൻജോയ് ചെയ്യാൻ പറ്റും. ഇനി അടുത്തത് വരുന്നത് നേരത്തെ പറഞ്ഞ പോലെ റിട്ടൻഷനാണ്. അതായത് കൃത്യമായിട്ട് അവരെ മോട്ടിവേറ്റ് ചെയ്യുന്ന ഒരു പ്ലാൻ ഉണ്ടാവണം. അതായത് ഒരു ഇൻസെൻറ്റീവ് പ്ലാൻ ഉണ്ടാവണം. ഹാർഡ് വർക്ക് ചെയ്യുന്ന, കൂടുതൽ വർക്ക് ചെയ്യുന്ന, കൂടുതൽ കമ്പനിക്ക് പ്രോഫിറ്റ് ഉണ്ടാക്കി തരുന്ന ആളുകളെ നമ്മൾ എന്ത് ചെയ്യണം, നിരന്തരം പ്രോത്സാഹിപ്പിച്ചുകൊണ്ടിരിക്കണം. അവരെ വളർത്തണം, അവർക്ക് ഇൻക്രിമെൻ്റ് കൊടുക്കണം, അവർക്ക് പ്രൊമോഷൻ കൊടുക്കണം. ഇങ്ങനെ നമ്മൾ സിസ്റ്റമാറ്റിക്കായിട്ട് പോയി കഴിഞ്ഞാൽ തീർച്ചയായും നമ്മുടെ എംപ്ലോയീസിനെ നമുക്ക് നിലനിർത്താൻ പറ്റും.